ഒടുവിൽ വരുന്ന വിവരം ലഷ്കർ ഇ തോയ്ബയുടെ എന്താണ് ഹൈ വാല്യൂ ടാർഗറ്റ് ഹാഫിസ് അബ്ദുൽ മാലിക്കും മുദസ്സിറും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഹാഫിസ് അബ്ദുൽ മാലിക്കും മുദസ്സിറും അവരുടെ ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിലുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കൊടും ഭീകരവാദികൾ കൊല്ലപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ കൂടി ചെയ്യുന്നു. ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ ചർച്ചയിലിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഔട്ട് വാർ നല്ലതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രിസൈസായ, ഇത്തരത്തിൽ ക്ലിനിക്കലായ, ഇത്തരത്തിൽ മാരക പ്രഹരശേഷിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സ്പെക്ടാക്കുലർ എവിഡൻ്റായ തിരിച്ചടി ഉണ്ടാകണമെന്നതായിരുന്നു ആഗ്രഹം. ഏതാണ്ട് അതേപോലെ തന്നെ വരുന്ന വാർത്താ സമ്മേളനം കാണുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൺഫ്യൂഷനും അടിസ്ഥാനമില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, യാതൊരു ആശയക്കുഴപ്പത്തിനും അടിസ്ഥാനം ഇവിടെ ഇല്ല ശ്രീ ഹാഷ്മി. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സർജിക്കൽ പ്രിസിഷനോട് കൂടിയുള്ള, സർജിക്കൽ എന്ന് പറയാനാവില്ല, അറ്റാക്കിനെ സർജിക്കൽ എന്ന് പറയാനാവില്ല, അത് വിവിധ ഇടങ്ങളിലുള്ള അറ്റാക്കാണ്. അതൊക്കെ തുച്ഛീകരിച്ച് കാണുന്നതിന് തുല്യമാണ് കേവലം ഒരു സർജിക്കൽ അറ്റാക്ക് എന്ന രീതിയിലേക്ക്. ഇതൊരു വ്യാപകമായ ടാർഗറ്റുകളെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏറിയൽ ഒരു ബോംബാർഡ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യോമ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് കടന്ന് കയറാതെ റഫാൽ വിമാനങ്ങൾ ഒന്നാം തരം പ്രഹരശേഷിയോടുകൂടി മിസൈലുകൾ വായിച്ചിരിക്കുകയാണ്. സ്കാൽപ്പ് മിസൈലുകൾ 300 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം. അത് ബഹാവൽപൂരിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും, നമ്മുടെ ബോർഡറിൽ നിന്നും, പഞ്ചാബ് ബോർഡറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം ഭേദിച്ചിരിക്കുന്നു. ഏറ്റവും മഹത്വമായ സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ 6 കിലോമീറ്റർ മാത്രമാണ് അതിർത്തിയിൽ നിന്നുള്ള ദൂരം. അതുപയോഗിച്ച് വിവിധ റേഞ്ചുകളിലുള്ള ഇടങ്ങളിൽ ഒരേ സമയം തന്നെ 25 മിനിറ്റിനുള്ളിൽ തന്നെ സർജിക്കൽ പ്രിസിഷനോടുകൂടി അറ്റാക്ക് നടത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചില്ലറ ആയിട്ട് കാണാനാവില്ല. അത് മാത്രമല്ല, ഇത് വിശദീകരിച്ചതാരാണ്? സൈനിക നേതൃത്വം ജനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വിശദീകരിക്കുകയാണ്. 2 വനിതകൾ, നാരീശക്തിയുടെ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് 26 സ്ത്രീകളുടെ, ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന രൂപത്തിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. അപ്പോൾ ഇന്ത്യയുടെ വില്ലിങ്നെസ്, ഇന്ത്യയുടെ പ്രഹരശേഷി, ഇന്ത്യയുടെ ഡിറ്റർമിനേഷൻ എല്ലാം തന്നെ വെളിവാക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ടെറർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ A to Z ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ടെററിന്റെ ഒരു നഴ്സറി എന്ന് പറയുന്നത് ബഹാവൽപൂർ മേഖലയാണ്. അതിർത്തിയിൽ നിന്നും വളരെ അകലെ ഉള്ളിടത്തെ ചെറിയ തോതിലുള്ള ടെറർ പാഠഭാഗങ്ങളാണ്. അതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ടെററിന്റെ യൂണിവേഴ്സിറ്റി മുറിഡ്കെ എന്ന് പറയുന്ന സ്ഥലത്ത് ടെറർ യൂണിവേഴ്സിറ്റി എന്നാണ് ആലങ്കാരികമായി പറയുന്നത്. അത് ലഷ്കർ ഇ തോയ്ബയുടെ താവളമാണ്. അതുകൊണ്ട് ജയ്ഷെ മുഹമ്മദിൽ എന്ന് പറയുന്ന സ്ഥലം കേവലം സാധാരണ ഭീകരവാദികൾ കൊടുക്കുന്നതല്ല. അത് ആദ്യഘട്ട പരിശീലനമൊക്കെ പൂർത്തിയാക്കി അറ്റാക്കിന് തൊട്ടും അവർക്ക് കൊടുക്കുന്ന എന്ന് പറയുന്നാൽ ഈ ജംഗിൾ വാർഫെയറിലൊക്കെ ഒരു സമയം 15 ഭീകരവാദികൾക്ക് മാത്രം ടോപ്പ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയൊക്കെ അവിടെ പരിശീലനം കിട്ടി ഇങ്ങോട്ടേക്ക് വന്നവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ എന്തൊക്കെയാണെന്ന് നമ്മുടെ സൈന്യത്തിന് കൃത്യമായി അറിയാം. അറിഞ്ഞ ശേഷമുള്ള അറ്റാക്ക്, ഡോക്ടർ മോഹൻ വർഗീസ്, കൃത്യമായി അറിയാം ശ്രീ ഹാഷ്മി. അതായത് മുറിഡ്കയെ കുറിച്ച് പറയുന്നത് സാക്ഷാൽ ഒസാമ ബിൻ ലാഡൻ ഫണ്ട് ചെയ്തിരുന്ന താവളമാണ് ഫോർ അഡ്വാൻസ് ട്രെയിനിങ്. ആദ്യഘട്ടത്തിൽ നേഴ്സറിയിലൊക്കെ കമന്ന് വീണ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം ആത്യന്തികമായ ട്രെയിനിങ് സെന്ററായി മുറിഡ്കയിൽ, അവിടെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരൻ തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഒക്കെ പരിശീലനം ലഭിച്ച, ഒന്നും വേണ്ട, ബോംബെ ഭീകരാക്രമണത്തിന് പങ്കെടുത്ത ആമീർ അജ്മൽ കസബിനെ ഉൾപ്പെടെ പരിശീലിപ്പിച്ച കേന്ദ്രങ്ങൾ 2008 മുതൽ തന്നെ ഇന്ത്യ ഒരുപക്ഷെ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവണം. ഇപ്പോൾ ഒരു കോംപ്രഹെൻസീവ് പാക്കേജാണ് ഇവിടെ കണ്ടത്. ലഷ്കർ ഇ തോയ്ബ കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല ആക്രമണം നോക്കണം, ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടു. 4 ലഷ്കർ കേന്ദ്രങ്ങളും 3-4 ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രവും അതുപോലെ ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രങ്ങളും അവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, ലോഞ്ചിങ് പാഡ് എന്നറിയപ്പെടുന്ന പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദിൽ, അത് അതിർത്തിയുടെ അടുത്തുള്ള സ്ഥലമാണ്, അവിടെ വരെ ആക്രമണം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെല്ലാം തലങ്ങളിലാണ്, ഏതെല്ലാം റൂട്ടിലാണ് ഭീകരത സഞ്ചരിച്ചത്,
ആ ഇടങ്ങളിലെല്ലാം ആ തലങ്ങളിലെല്ലാം ഇന്ത്യ കടന്നു ചെല്ലുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് സീറോ ടോളറൻസ് ടു ടെറർ ലോകത്തോടായി ഇന്ത്യ പറയാൻ ആഗ്രഹിക്കുകയാണ്. വി ഡു നോട്ട് ടോളറേറ്റ് ടെറർ ഇൻ എനി ഫോം. അതുകൊണ്ട് ഈ ചുൻകൾ മാരേഗ എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നത് തെരഞ്ഞു പിടിച്ച് ഏത് മടയിൽ പോയി ഒളിച്ചാലും നിങ്ങളുടെ താവളങ്ങളിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നു. അതിന്റെ പ്രതീകാത്മക സ്വഭാവം ഒന്ന് വേറെ തന്നെയാണ്. സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് 26-ൽ പരം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള പ്ലാൻ ഇട്ടതിനു ശേഷം 9 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം പരിമിതപ്പെടുത്തി. ഈ റൗണ്ട് ഓഫ് സോർട്ടി പരിമിതപ്പെടുത്തിയതിന്റെ അടിസ്ഥാനം വലിയ തോതിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പാണ്. അതുകൊണ്ട് സൈന്യത്തിനെ വെറുതെ ഉത്തരവാദിത്തോടുകൂടി കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞത് ഒരൊറ്റ കൊളാട്രൽ ഡാമേജ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം പ്രിസൈസ് ആയിരുന്നു ആക്രമണം. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഫെയറായി അപരിഷ്കൃതമായ യുദ്ധമുറകളോട് നമ്മൾ കൊടുത്ത മറുപടി അങ്ങേയറ്റം മാന്യമായ, അങ്ങേയറ്റം ഫെയറായ, അങ്ങേയറ്റം അന്തസ്സുള്ള, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫെയർ മറുപടി കൊടുത്തു എന്നുകൂടി പറയുകയായിരുന്നു കേണൽ സോഫിയ ഖുറേഷി. സിമോൻ വർഗീസ്. തീർച്ചയായും ഒരു മാതൃകാപരമായ അതിശക്തം പ്രതീകാത്മകം അതേസമയം തന്നെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തുന്നത്. ഒരു യുദ്ധത്തിന് പോലും ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട് ശ്രീ കാശ്മി. ആ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ എന്തും കാണിക്കാം. അവർ നമ്മുടെ സൈനികരെ ടാർഗറ്റ് ചെയ്യുന്നു, എന്നാൽ സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു. ഒന്നും അറിയാൻ വയ്യാത്ത സഞ്ചാരികളെ, അപ്രതീക്ഷിതമായി അവിടെ ബന്ധപ്പെട്ട സഞ്ചാരികളെ ടാർഗറ്റ് ചെയ്യുന്നു. മുംബൈ ഭീകരാക്രമണമൊക്കെ നടന്ന സമയത്ത് 2008-ൽ 166 പേരാണ് ബോംബെയുടെ തെരുവുകളിൽ വിടഞ്ഞു വീണത്. ഇവരാരും തന്നെ ഭീകരബന്ധമുള്ള ആളുകളല്ല എന്ന് ഓർക്കണം. ഇന്ത്യ പക്ഷേ അത് ടെറർ നെറ്റ്വർക്കിനെ തന്നെ നേരിട്ട് അതിന് അടിവേര് ഇളക്കുന്ന രീതിയിൽ അതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സുചിന്തിതമായ ഒരു അറ്റാക്കാണ്. അത് മാത്രമല്ല, അത് കാര്യം ലോകത്തോടായി എത്ര ആർജവത്തോടുകൂടി, എത്ര ക്ലാരിറ്റിയോടുകൂടി, എത്ര ആധികാരികമായി 2 സ്ത്രീകൾ, അതുകൊണ്ടാണ് നാരീശക്തി എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. സൈന്യത്തിൻ്റെ 2 ലേഡി ഓഫീസേഴ്സ് ലോകത്തോടായി പറയുകയാണ്. ഇന്ത്യയുടെ പൗരന്മാരോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, കാര്യകാരണ സഹിതം എവിടെയെല്ലാമാണ് ഞങ്ങൾക്ക് വേദനിച്ചത്, അതിന് പിന്നിൽ ആരെല്ലാമായിരുന്നു, ഏതെല്ലാം വ്യക്തികളാണ്, ഏതെല്ലാം സംഘടനകളാണ്, അവരെ ട്രെയിൻ ചെയ്ത ഇടങ്ങൾ, അവർക്ക് പരിശീലനം ലഭിച്ച ഇടങ്ങൾ, ഞങ്ങൾ ഓരോന്നായി തെരഞ്ഞു പിടിച്ച് അവിടേക്ക് മാത്രം ഞങ്ങൾ ആക്രമണത്തിന്റെ കുന്തമുന വ്യാപിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാളുകളിൽ പാകിസ്ഥാനിന് തെളിവ് ചോദിക്കുന്നെങ്കിൽ ഇതാ തന്നിരിക്കുന്നു തെളിവുകൾ. ലോകത്തോടായി പറയുകയാണ്, ക്യാമറ കണ്ണുകളുടെ മുന്നിൽ. ഇതിന് രഹസ്യമൊന്നുമില്ല, ഇത് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, ചെയ്തത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ചെയ്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ടോൾ ക്ലെയിംസ് അല്ല. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നതെല്ലാം ആണവായുധങ്ങൾ ഉപയോഗിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നെല്ലാം പറയുന്നത് വളരെ ടോൾ ക്ലെയിംസ് ആണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിൾ മിലിറ്ററി പവറാണ്, റെസ്പോൺസിബിൾ പവറാണ്, പ്രൊഫഷണൽ ആർമി ഉള്ള സ്ഥലമാണ്, പൊളിറ്റിക്കൽ കൺട്രോളിൽ ആർമി സംവിധാനമുള്ള രാജ്യമാണ്. അതുകൊണ്ട് വിടുവാ പറയാനാവില്ല. അതുകൊണ്ട് ചെയ്ത കാര്യം കൃത്യമായി ഇന്ത്യക്കാരോടും ഭാരതീയരായ പൗരന്മാരോടും അതുപോലെ ലോകരാജ്യങ്ങളോടുമായി ഇപ്പോൾ ഭാരതം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനൊരു കാവ്യനീതി എന്നത് മാത്രമല്ല, പ്രതീകാത്മകത എന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളും വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാം തരം പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹാഷ്മി. മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള നമ്മുടെ അവകാശം ആരെങ്കിലും അംഗീകരിച്ചു തരേണ്ട കാര്യമില്ല, സ്ഥാപിച്ചെടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ നോക്കൂ, ഇവിടെ ചൈനയും തുർക്കിയും ഒഴികെ മുഴുവൻ രാജ്യങ്ങളുടെയും പ്രതികരണം ഒറ്റ സ്വരത്തിലുള്ളതാണ്. ചൈന സംയമനം പാലിക്കണം, നിർഭാഗ്യകരം എന്നൊക്കെ പറഞ്ഞു. തുർക്കി പാകിസ്ഥാൻ ഒപ്പം നിൽക്കും എന്ന് എർദോഗന്റെ വക്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കണ്ടു നമ്മൾ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ US-ഉം റഷ്യയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ, നമ്മൾ മുഖവിലക്കെടുക്കേണ്ട രാജ്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് തന്നെയല്ല, നമ്മൾ ഒരു റെസ്പോൺസിബിൾ നേഷൻ എന്ന നിലയിൽ അങ്ങേയറ്റം മാന്യമായി ഈ വിഷയം കൈകാര്യം ചെയ്തു എന്ന പൊതു വിലയിരുത്തൽ ലോകത്തിനാകെയില്ലേ? അതല്ല ഈ നയതന്ത്ര പിന്തുണ വ്യക്തമാക്കുന്നത്? 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും. പാകിസ്ഥാൻ എന്നത് ആർമിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ
ആർമി ഇന്ത്യക്ക് വേണ്ടിയാണ്. ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രൊഫഷണൽ സൈന്യവും അതിനെ നയിക്കാൻ ഒന്നാന്തരം കഴിവുള്ള ആർജവമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള നേതൃത്വവും. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് ശ്രദ്ധിക്കാതിരിക്കാനാവില്ല. കഴിഞ്ഞ ഒരു 14 ദിവസത്തിനുള്ളിൽ നടന്ന ഇന്റൻസ് നയതന്ത്ര നീക്കങ്ങളിൽ ഇന്ത്യ ഉയർത്തിക്കാട്ടിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗത്ത് വന്ന് 2 ലേഡീസ് വന്ന് പറഞ്ഞ് വിവരിച്ച കാര്യങ്ങൾ അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഒരു ശ്രമം ഇന്റർനാഷണലൈസ് ചെയ്യാനുള്ള ഈ വിഷയത്തെ, കാശ്മീർ വിഷയത്തെ മുഴുവനായും അല്ലെങ്കിൽ ഈ തർക്കത്തെയൊക്കെ ഇന്റർനാഷണലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ അഗ്രസറായിട്ട് പോലും, ആക്രമണകാരിയായ രാജ്യമായിട്ട് പോലും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലേക്ക് വിഷയം കൊണ്ടുപോയത്. പാകിസ്ഥാൻ വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഏതെങ്കിലും 1-2 രാജ്യങ്ങളെങ്കിലും സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാന്റെ ഭാഗം പിടിച്ച് സംസാരിക്കുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 15 രാജ്യങ്ങളിൽ 5 സ്ഥിര അംഗങ്ങളിൽ ചൈന ഒഴികെയുള്ള 4 സ്ഥിര അംഗങ്ങളുമായും അവസാന റൗണ്ടിൽ പോലും ഇന്ത്യ സംസാരിച്ച വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി ഇന്ത്യ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. 10 നോൺ പെർമനന്റ് അംഗങ്ങളിൽ അതിലൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് 9 രാജ്യങ്ങളുമായും ഇന്ത്യ വ്യക്തമായ അവർക്ക് കാഴ്ചപ്പാടുകൾ നൽകി, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ച പോലെ ഒരു പ്രമേയമല്ല ഇവിടെ വന്നത്, അങ്ങനെ ഒരു തീരുമാനമല്ല വന്നത്. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്താണോ ആഗ്രഹിച്ചത്, പാകിസ്ഥാനുമായുള്ള തർക്കങ്ങൾ, ഭീകരവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉഭയകക്ഷിപരമായ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന സിംല കരാറിൻ്റെ വിഖ്യാതമായ പ്രിൻസിപ്പളിന് അനുരൂപമായ രീതിയിൽ നിങ്ങളുടെ വിഷയം നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അത് ഇന്ത്യയുടെ നിലപാടാണ്. പക്ഷേ പാകിസ്ഥാൻ എന്താണ് ആഗ്രഹിച്ചത്? ചൈന കടന്നു വരൂ, റഷ്യ കടന്നു വരൂ, മറ്റു രാജ്യങ്ങൾ ഞങ്ങളെ കടന്നു വരൂ, രക്ഷിക്കൂ. അങ്ങനെ മധ്യസ്ഥന്മാർ, ഇന്ത്യക്ക് മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. If India has any trouble with another country, India will be willing to negotiate bilaterally, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ എന്ന ഇന്ത്യയുടെ നിലപാടിനുള്ള എൻഡോഴ്സ്മെൻ്റാണ്. അതുകൊണ്ട് വിഷയത്തെയൊക്കെ ഇന്റർനാഷണലൈസ് ചെയ്ത് കുറെ സമയമെടുത്തുകൊണ്ട് വഴിതിരിച്ച് വിട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെയുള്ള അഭ്യാസം പാകിസ്ഥാൻ്റേത് ഇപ്രാവശ്യം ഐക്യരാഷ്ട്രങ്ങളെ നടന്നില്ല. അതുകൊണ്ട് ഇന്ത്യ യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോഴും ഗ്രൗണ്ടിലെ യുദ്ധം ഇപ്പോഴാണ്, ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവിച്ചത് എങ്കിൽ പോലും നയതന്ത്ര തലത്തിൽ ഒന്നാം തരം സന്നാഹങ്ങളാണ്. ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറയാവുന്ന രീതിയിലുള്ള നയതന്ത്രപരമായ നീക്കങ്ങളാണ് ഭാരതം കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ നടത്തിയത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലെവൽ, രാഷ്ട്രീയ ലെവലിൽ ഇന്ത്യ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അമേരിക്കയുടെയും റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഇത് ധാർമ്മികതയുടെ വിഷയമാണ്. കാരണം ഒരു ആക്രമണം ഉണ്ടാകും, അപ്പോൾ പാകിസ്ഥാൻ ഇരവാദം ഉന്നയിക്കും. ഇത് മുൻകൂട്ടി കാണാനുള്ള രാഷ്ട്രീയ വിവേകവും നയതന്ത്ര വിവേകവും ഭാരതം കാണിച്ചു. അതുകൊണ്ടാണ് എല്ലാ പഴുതുകളും അടച്ച് ആവശ്യത്തിന് സമയമെടുത്ത് എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്തതിനു ശേഷം കൃത്യമായ സമയം, അതൊരു ക്യാമഫ്ലാഷ് ടെക്നിക്കാണ്, ഈ രാജ്യം മുഴുവൻ ഒരു മോക്ക് ഡ്രില്ലിലേക്ക് നീങ്ങുകയാണ് ഇന്ന്. ആ സമയത്ത് ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ ദയവായി തുടരുക.